ഓണമിങ്ങെത്താറായി. കൊല്ലത്ത് അതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. ഇത്തവണ ആദ്യം ഓണക്കളികൾക്കാണ് തുടക്കമായത്. നീരാവിൽ പ്രകാശ് കലാകേന്ദ്രമാണ് ഇത്തരം നാടൻ കളികൾ ഓർമ്മപ്പെടുത്തിയത്. കുട്ടികളും മുതിർന്നവരും പ്രായഭേദമില്ലാതെ പങ്കാളികളായി. ആരുടെയും തല താഴ്ന്നിട്ടില്ല. ഒരാളുടെയും കൈകളിലും മൊബൈലില്ല. ഒരിടത്ത് ഗോലികളി, മറ്റൊരിടത്ത് കല്ലുകളി, ഓലപ്പന്തുകളി, കുട്ടിയും കോലും, കക്കുകളി, ഇങ്ങനെ 10ഓളം നാടൻ കളികൾ. ഈ കളികളെല്ലാം ഇന്നത്തെ കുട്ടികൾക്ക് ആശ്ചര്യവും കൗതുകവും ആയിരുന്നു. എല്ലാ വർഷത്തിനെയും കാട്ടി ഭയങ്കരമായിട്ട് രസമായിരുന്നു ഈ വർഷത്തെ പരിപാടി. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ചുകൂടെ കളിക്കണം എന്നൊരു ആവേശം തോന്നി. ഈ കളികൾ മുതിർന്നവരിൽ പലർക്കും നൊസ്റ്റാൾജിയ ഉണർത്തി. ചിലർ കളികൾ മറന്നുപോയി. അതിന്റെ പേരിൽ ചില പിണക്കങ്ങളും വാക്കുതർക്കങ്ങളും ഉണ്ടായി. വർഷങ്ങളായി, ഒരു 10-30 വർഷം കഴിഞ്ഞ് അതിനുശേഷമാണ് കളിക്കുന്നത്. കാരണം കൊച്ചുനാൾ മാത്രം കളിച്ചതല്ലേ ഉള്ളൂ. ഇപ്പോഴാണ് അതിനുശേഷം. അത് കലാകേന്ദ്രം എന്നൊരു പ്രസ്ഥാനം ഉള്ളത് കൊണ്ട് മാത്രം. നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം 67ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വർഷങ്ങളായിട്ട് നമ്മൾ ഗെയിംസ് മത്സരങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്യാരംസ്, ടെനിക്കോയിറ്റ്, അങ്ങനെയുള്ള വനിതകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കുമായിട്ട് നടത്തുകയായിരുന്നു പതിവ്. പ്രദേശത്തെ കുട്ടികളും മുതിർന്നവരും പ്രായഭേദമില്ലാതെ കളികളിൽ പങ്കെടുത്തു. പലർക്കും മൊബൈൽ ഫോണും റീൽസും കാണുകയേ വേണ്ട. നീ ഇന്ന് മൊബൈൽ നോക്കി? ഇല്ല, നോക്കിയില്ല. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഉണ്ടായി, പിന്നെ ഇവിടെ വന്നതിന് ശേഷം നോക്കിയിട്ടില്ല. അതെ, നല്ല രസമായിരുന്നു. നീരാവിന്റെ പഴയ പേരായ ഐപ്പുഴയെ ഓർമ്മപ്പെടുത്തി ഐപ്പുഴ കാർണിവൽ എന്ന പേരിലായിരുന്നു മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. എല്ലാവരും കുറച്ചു നേരത്തേക്ക് പഴയകാല ഓർമ്മകളിൽ അങ്ങനെ നിന്നു. ഒരു കാലത്ത് പറമ്പ് നിറയെ ഓട്ടവും പുറം പൊളിക്കുന്ന വേദനയും നമ്മളെല്ലാം ഓർത്തെടുക്കുകയാണ്. അത്തരം ഓർമ്മകളെ വീണ്ടും പ്രകാശ് കലാകേന്ദ്രം നമ്മളിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വരുന്ന ഓണക്കാലത്തിന് മുന്നോടിയായിട്ട് എല്ലാ പഴയകാല കളികളും ഇവിടെ നിന്ന് നടക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. എങ്ങനെ, അടിപൊളിയാക്കല്ലേ? ഓണത്തിന് മുന്നേ തന്നെ ഓണാവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് റിപ്പോർട്ടർ. കൂടുതൽ കാഴ്ചകൾക്കായി തുടരുക ഞങ്ങൾക്കൊപ്പം.